ഇതൊക്കെ നമ്മുടെ രാജതന്ത്രമാണെന്ന് കരുതിയാ മതി. എന്നാലല്ലേ നിധിയെ നമുക്ക് വരുതിക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഒടുക്കത്തെ രാജതന്ത്രമായിപ്പോയി ഇത്. മനുഷ്യനും വയറും വിശക്കുന്നു, കഴിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട, എവിടെയെങ്കിലും പോയി കിടന്നൊന്ന് ഉറങ്ങിയാ മതി. സത്യ, ഇവിടെ കിടന്നാലും ഇപ്പൊ ഉറങ്ങിപ്പോവും. മെത്തയും വേണ്ട, AC-യും വേണ്ട. നീ വാ. ആഹാ, രണ്ടുപേരും എങ്ങോട്ട് പോവാ? ആഹാ, പിടിച്ചേ രണ്ടുപേരും ഇതങ്ങ് പിടിച്ചേ. ഇതിലൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ വേസ്റ്റും ബാക്കി വന്ന ഭക്ഷണവും എല്ലാം ഇരിപ്പുണ്ട്. എല്ലാം കൊണ്ട് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടണം. അയ്യോ, ഇനിയും കുറെ പാത്രങ്ങളെ ആ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. അതും എടുത്തോണ്ട് വന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം അടുക്കള അടയ്ക്കാൻ. എടുത്തി, ഇത്രയൊക്കെ ഞങ്ങള് ചെയ്തില്ലേ? ബാക്കി ഏടത്തി അങ്ങോട്ട് ചെയ്യ. ഏട്ടത്തിക്ക് വേറെന്താ പണി? അപ്പൊ നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശമില്ല അല്ലേ? ഞങ്ങൾ ജോലി നിർത്തി, ഇനി വയ്യ. എങ്കിലൊരു കാര്യം ചെയ്യും, ഞാൻ നിധിയെ വിളിക്കാം. നിധി വന്നിട്ട് തീരുമാനിക്കട്ടെ. എന്തു പറയുന്നു? ഞാൻ നിധിയെ വിളിച്ചു പറയണോ അതോ നിങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നോ? ആരെ വേണമെങ്കിലും വിളിച്ചോ, ഞങ്ങൾ ക്ലീൻ ചെയ്യൂല. ആ, എങ്കിൽ ഞാൻ പോയി നിധിയെ വിളിച്ചോണ്ട് വരാം. അയ്യോ എടുത്തി, വേണ്ട, ഞങ്ങള് തന്നെ ക്ലീൻ ചെയ്തോളാം. അതാന്നേ അതിന്റെ ഒരു രീതി. ഞാൻ പോയി ബാക്കി പാത്രങ്ങളൂടെ എടുത്തോണ്ട് വരാം. ചെയ്യേ. ശിവാനി, നീ ഒരു കാര്യം ചെയ്യ, വേഗം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യ. ഞാൻ പോയെന്ന് കിടക്കട്ടെ. താനെ അങ്ങോട്ട് ചെയ്താ മതി കേട്ടാ. അയ്യോ, അങ്ങനെ പറയല്ലേ പ്ലീസ് ശിവാനി. വേണമെങ്കിൽ ഞാനും കൂടി സഹായിക്കാം. പക്ഷെ എനിക്ക് വയ്യാന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാം. നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എടി, എന്തോരം സഹായം ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടുള്ളതാ. പ്ലീസ്. ആ, ഇത് അയ്യോ, ഇത്രയും പാത്രങ്ങളൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു ഏട്ടത്തി. പിന്നെ എല്ലാം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ നിർത്തിയപ്പോ ആലോചിക്കണായിരുന്നു. പിടിക്കെ വേഗം പിടിച്ചേ. ദേ, മൊത്തം ക്ലീൻ ചെയ്ത് ശുദ്ധി വരുത്തിയിട്ടാലേ ലക്ഷ്മി വരൂ. ലക്ഷ്മിയോ? അതാരാ ഏട്ടത്തി? ഈ പാതിരാത്രിക്ക് ഇനി വരുമോ? മഹാലക്ഷ്മി, ഐശ്വര്യം, അതുപോലും അറിയില്ല. വേഗം തുടങ്ങിക്കേ. ഞങ്ങളെ കുറച്ച് ഐസ്ക്രീം കഴിക്കട്ടെ. പെട്ടെന്നൊരാഗ്രഹം ഐസ്ക്രീം കഴിക്കണമെന്ന്. ഐസ്ക്രീമാ? ഈ ഐസ്ക്രീം കഴിച്ചാലേ നല്ല ഉറക്കം കിട്ടും. അപ്പം ഗുഡ് നൈറ്റ്. അപ്പൊ എളുപ്പമാവട്ടെ. നമുക്കൊന്നും കഴുകണ്ടാൻറ്റി, പെട്ടെന്ന് നമുക്ക് ഇട്ടിട്ട് പോവാം. ശിവാനി, അത് ശരിയാവില്ല. നമുക്കിതൊക്കെ വൃത്തിയാക്കിയിട്ട് കിടക്കാം. വാ. ഈ പുലി ഇതൊരു വല്ലാത്ത പതുങ്ങല്. ഇങ്ങനെ പതുങ്ങി എവിടെയെങ്കിലും ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിപ്പോയേ ഉള്ളൂ. ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ശീലിക്കാൻ നിൽക്കണ്ട. വാ, നമുക്ക് പാത്രം കഴുകാം. തുടങ്ങിക്കോ, ഞാൻ സഹായിക്കാം. അയ്യോ, എന്തൊരു കനവാ. ഇതും അത് കഴുകും. ഇത് ഞാൻ കഴുകിയതല്ലേ? അല്ല, ചെയ്യാത്ത കൊലപാതകത്തിന്റെ പേരില വസന്തരാമ കടന്ന് ഈ അടിമപ്പണിയെല്ലാം എടുക്കുന്നത്. അമ്മയാണെങ്കിൽ ശരിക്കും അത് മുതലെടുക്കുന്നുണ്ട്. ചെയ്യട്ടേന്നേ. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലല്ലേ അവര് രണ്ടുപേരും ചേർന്ന് എന്നെ ജയിലിലടയ്ക്കാൻ നോക്കിയത്. ഇത്രയെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? ആ, ഐസ്ക്രീം കഴിക്കേ. ആഹാ, ഈ രാത്രിയിൽ എന്തിനാ ഐസ്ക്രീം? രാത്രിയൊന്നും പകലെന്നൊന്നും നോക്കണ്ട. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസാ. ഈ ഐസ്ക്രീം കൂടി ഉള്ളിലോട്ട് ചെല്ലുമ്പോ വല്ലാതെ അങ്ങോട്ട് കൊളരി കോരും. കഴിക്കേ. അല്ല, ഈ പ്രണവ് എവിടെ പോയമ്മേ? അവന്റെ ഏതോ കൂട്ടുകാരൻ ഫോൺ ചെയ്യുന്നത് കേട്ടു. അവനെ കാണാനെന്നും പറഞ്ഞിറങ്ങിയതാ. ഓ, നിങ്ങള് കഴിക്കേ. എന്റെ പോർഷൻ എല്ലാം ഞാൻ കഴുകി തീർത്തിട്ടുണ്ട്. നീ നിന്റെ പോർഷൻ കഴുകി തീർത്തിട്ട് വാ. നിക്കണ്ടി, അപ്പൊ ഞാൻ വരണ്ടേ? എനിക്ക് ഉറക്കൊന്നും വേണ്ടേ?
അയ്യോ ഞാൻ ഉറങ്ങാനൊന്നും പോവല്ല. എനിക്കൊരു ചെറിയ പരിപാടി ഉണ്ട് ശിവാനി. ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. നീ പതുക്കെ വന്നാ മതി. ഇന്നത്തോടെ നമുക്ക് നിധിയെ ഒതുക്കാനുള്ളതാ. നീ വേഗം കഴുകി തീർക്ക. നല്ല മോളല്ലേ, ചെല്ലേ കഴുക്. എന്നാലും ഈ രാത്രി അവൻ ഏത് കൂട്ടുകാരനെ കാണാൻ ഇറങ്ങിപ്പോയത്? ഗൗതം അത് ഇതുവരെ വിട്ടില്ലേ? അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, പോയിട്ട് വരട്ടേന്നേ. ആ കൊച്ചുകുട്ടിയൊന്നുമല്ല, പക്ഷെ ഇങ്ങനൊരു ശീലം അവൻ ഉണ്ടായിരുന്നില്ലല്ലോ. കൂട്ടുകാർ മൊത്തമുള്ള രാത്രി കറക്കമൊന്നും അത്ര നല്ല ഏർപ്പാടല്ല. അതൊക്കെ മോശ ശീലമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ചേട്ടനെ വീട് വിട്ട് ഇറങ്ങിപ്പോയി വല്ല വാടക വീട്ടിലും പോയി താമസിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ആ ഇളവന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനേ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതിന്റെ കുറവാ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വഴിതെറ്റിപ്പോയി. ഇനി അവനെ ഏത് പാതിരാത്രിയിലെങ്കിലും വരട്ടെ. ഗൗതമനിപ്പോ പ്രണവിന്റെ കാര്യം ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ? ആ അങ്ങനൊന്നും തോന്നില്ല. അവനിങ്ങ് വരട്ടെ. ഇന്നത്തോടെ അവന്റെ കറക്കം ഞാൻ തീർത്തു കൊടുക്കാം. ആ അതാണ് വേണ്ടത്. ചേട്ടന്മാരായാലും ഇങ്ങനെ ഇരിക്കണം. ദേ, സത്യം പറയാലോ, ഇതുപോലെ സന്തോഷിച്ച ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. എനിക്കാണെങ്കിൽ അങ്ങ് തുള്ളിച്ചാടാൻ തോന്നുക. അമ്മേ വെറുതെ ഓവറാക്കല്ലേ. ഓവറാക്കൂടാ, ഞാൻ ഓവറാക്കും. കാരണം ഞാൻ ഗോപിയേട്ടന്റെ ഭാര്യ ഈ വീട്ടിൽ വന്ന് കേറി അന്നു മുതൽ വസു ഒരു രാജ്ഞിയെ പോലെയല്ല എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഞാൻ അവളുടെ വെറും തോഴിയായിരുന്നു. വസുന്ധര ഇങ്ങോട്ട് വന്നിരിക്കും. ഇരുന്നിട്ടോ കാലുമേ കാലും കയറ്റി വെച്ച ഒരു വിളിയാ ഏട്ടത്തീന്ന്. സ്നേഹമൊന്നുമില്ല, ആ വിളിയെ പോലും ആജ്ഞ. അവള് പറയുന്നതെന്തോ ഞാൻ അനുസരിച്ചോണം. കഴിഞ്ഞ 32 വർഷത്തെ പകയല്ലായിരുന്നോ എന്റെ മനസ്സിലുണ്ടായിരുന്നത്? അതെല്ലാം ഞാൻ അങ്ങ് തീർത്തു. ആ പക മുഴുവൻ ഞാൻ ഇന്നങ്ങ് തീർത്തു. അതിനുള്ള ധൈര്യം എനിക്ക് തന്നതേ എന്റെ നിധിമോള. കാര്യം എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ കേറി അങ്ങ് മേഞ്ഞോളാൻ നിധി പറഞ്ഞു. ഞാനങ്ങ് മേഞ്ഞു. ആ വസു എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുകയും ചെയ്തു. എന്തായാലും എന്റെ പെർഫോമൻസ് സൂപ്പർ ആയില്ലേ? സൂപ്പർ. എന്റെ ഒരു വീഡിയോ കയ്യിൽ വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്നെ അടുക്കളപ്പണി എടുപ്പിച്ചു, പാത്രം കഴുകിച്ചു. എല്ലാവരും ചേർന്ന് ഒരു വേലക്കാരിയെ പോലെയല്ലേ എന്നെ ട്രീറ്റ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഇല്ല മോളെ? ആ മുഴുവൻ കഴിച്ചോ? എന്താണ് ഐസ്ക്രീം സൂപ്പർ. കഴിക്ക്. ശരീരവും മനസ്സും തണുക്കുന്നത് വരെ ഐസ്ക്രീം കഴിക്ക്. ബാക്കി എന്താന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. 3 എണ്ണവും ഇവിടെ തന്നെ ഇരുന്നോ. ഓക്കെ. അവൾ ഇവിടെ എങ്ങും കുത്തിയിട്ടിട്ടില്ലല്ലോ. പിന്നെ ഇതെവിടെ പോയി? എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ആ ഫോൺ കണ്ടുപിടിച്ച് അതിലെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അത് ചെയ്തിട്ടേ വേറെ കാര്യമുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ അവിടെ ഇരിപ്പിൽ വേണോ? വസുവിന്റെ വിളിയല്ലേ കേട്ടത്? അയ്യോ ആന്റി, ആന്റി ഇത് ഞാനാ ആന്റി. ആന്റി, ആന്റി ഞാനാണ്. ആന്റി കണ്ണുറക്ക ആന്റി. ആന്റി, ആന്റി, ആന്റി ഞാനാണ്. ആന്റി ഇത് ഞാനാ. എഴുന്നേക്ക്.
എന്തുറ്റി? ഞാനാ ശിവാനി.